മനുഷ്യജീവൻ ഉരുവാകുന്ന സമയത്ത് തന്നെ അവനിൽ ആത്മാവ് വന്നു. അവന്റെ ആത്മാവോടെ ആരംഭിച്ചിരിക്കുന്നു. അതാണ് ജീവന്റെ സുവിശേഷം എന്നുള്ളതാണ്. ഈ അബോർഷനെല്ലാം എതിര് ആണെന്നുള്ളതിൻ്റെ അർത്ഥം. ആ സമയത്ത് ശേഷം മാത്രമേ ത്രിത്വം അങ്ങനെയല്ല. മാമോദീസ കഴിയുന്ന സമയത്ത് ത്രിത്വത്തിന്റെ ആ കൃപാവരം കൊണ്ട് നിറയുന്നു. പക്ഷേ ജീവൻ ഉദിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണല്ലോ. അപ്പോൾ രണ്ട് വശമാണ്. ഒന്ന്, ആ മനുഷ്യ ജീവിയെ ദൈവം സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിക്കുന്ന മനുഷ്യൻ അതൊരു നല്ല പോയിന്റാണ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനിൽ ആ ആദ്യഭാവത്തിൻ്റെ അംശമുണ്ട്. എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ആദ്യഭാവത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും നമ്മളുടെ വരുന്ന മക്കളിൽ ആദ്യഭാവമുണ്ട്. മനസ്സിലായോ? അതാണ് ഒരു മനുഷ്യന്റെ പാപം മൂലം എല്ലാവരിലും ആദ്യഭാവം വരും. ആ ആദ്യഭാവത്തിൽ നിന്നുള്ള ശുദ്ധീകരണം യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചതിൻ്റെ കൃപാവരമാണ് മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിനു മുൻപും ആ മനുഷ്യ വ്യക്തി ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലുമാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനിൽ ത്രിത്വമുണ്ട്, അവൻ ആത്മാവുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ ഭ്രൂണം, അതായത് അവൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ അവൻ ആത്മാവുണ്ട്, അവനൊരു ഐഡന്റിറ്റി ഉണ്ട്, അതൊരു വ്യക്തി ആയി ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ശരീരവും മാംസവും വളർന്ന് വലുതാവുകയാണ്. അപ്പോൾ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരത്തിനും മനസ്സിനും. നമ്മൾ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും വളരുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ വലിയ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ചിലവർ ചിന്തിക്കുമ്പോൾ അതൊരു പൂർണ്ണ മനുഷ്യനായിട്ടില്ല. പൂർണ്ണ മനുഷ്യനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരീരമാണ് പൂർണ്ണ മനുഷ്യനാവാത്തത്. ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവില്ല. സമയം പൂർത്തിയായിരിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ അവർ ആ യേശു ആണ് മിശിഹായെന്ന് അപ്പൊ അവർ അവിടെ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കണ്ടുമുട്ടൽ. അപ്പൊ അവരെ സംബന്ധിച്ച് സമയം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ലയിച്ചു എന്ന പോലെ നമ്മൾ ആ യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവോടുകൂടി യേശുവിനെ കണ്ടുമുട്ടി. യേശു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയാം, ഒരു പ്രത്യേക ധ്യാനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിൽ നമുക്കൊരു ദൈവാനുഭവം ഉണ്ടായില്ലേ? നമ്മൾ പറയും ദാറ്റ് വാസ് എ മോമെന്റ് ഓഫ് അവർ കൺവേർഷൻ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം മുമ്പത്തേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഇല്ലേ? ചിലർ പറയും ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒരു അനുഭവത്തിലൂടെയാണ്. അപ്പോൾ സമയം പൂർത്തിയാകുന്നു എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം വിചാരം ഈ സമയത്തെക്കുറിച്ച് ഇന്നത്തെ സമയമാണ്. പക്ഷെ ദൈവത്തിന് സമയമില്ലാത്ത ദൈവം, അല്ലെങ്കിൽ സമയത്തിന് അതീതനായ ദൈവവുമായിട്ട് നമ്മൾ അപ്പോൾ ലയിച്ചു ചേർന്നു. അങ്ങനെ നമ്മുടെ മാനുഷികമായ ഈ ലോകത്തിൻ്റെ സമയത്തിന് അധീനമായ നമ്മളെ സമയത്തിന് അതീതനാക്കി മാറ്റി. സമയത്തിന് അധീനനായ മനുഷ്യനെ സമയത്തിന് അധീനനായ ദൈവം ഏറ്റുമുട്ടിയപ്പോൾ നമ്മുടെ ജീവിതം എന്തായി മാറി? സമയത്തിന് അതീതനായി മാറി. നമ്മൾക്ക് പിന്നെ സമയമില്ല. നമ്മുടെ സമയം അനന്തമായി മാറി. നമുക്ക് മരണത്തിന് നമ്മൾക്ക് യാതൊരു സ്വാധീനവുമില്ല. മരണം നമുക്ക് ഒന്നുമല്ല. മരണം നമ്മുടെ ജീവിതത്തിൻ്റെ
ഒരു പ്രമോഷനാണ്. അതിന് വേറൊരു കാഴ്ചയിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് അവതരിപ്പിക്കാം. ഇപ്പോ സമരിയാക്കാരി യേശുവിനെ കണ്ടു. അപ്പൊ കുറെ കൂടി ക്ലിയർ ആയില്ലേ? അവള് പൊട്ടക്കിണറും വെള്ളവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ഭർത്താവ്. അവൾ യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞതോടെ അവളുടെ ജീവിതത്തിന് വലിയൊരർത്ഥമായി. വാസ്തവത്തിൽ ഇത് ആ വെള്ളം വീഞ്ഞായതോടുകൂടി ആ വെള്ളം എന്ന സൃഷ്ടി മഹത്വീകരിക്കപ്പെട്ട് മറ്റൊരു സൃഷ്ടിയായി മാറി. ഇല്ലേ? ഇത് തന്നെയാണ് ഇത് 2-ാം അധ്യായത്തിൽ, ഇല്ലേ? യോഹന്നാന്റെ 2-ാം അധ്യായം ശ്രദ്ധിക്കാം കേട്ടോ. ഒന്ന് കൈവച്ച് എല്ലാവരും പ്രൈസ് തരണം. വളരെ ശ്രദ്ധിച്ചോ. 2-ാം അധ്യായത്തിൽ അഥവാ 1-ാം അധ്യായത്തിൽ നഥാനിയേലും ഫിലിപ്പോസും യേശുവിനെ കണ്ടുമുട്ടി. യോഹന്നാനും അന്ത്രയോസും യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞതോടെ അവരുടെ ജീവിതം മാറി. ഇത് തന്നെയാണ് 2-ാം അധ്യായത്തിൽ വെള്ളം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു വെള്ളം വീഞ്ഞായി മാറി. സത്ത രൂപാന്തരീകരിക്കപ്പെട്ടു. ഇത് തന്നെയാണ് 4-ാം അധ്യായവും 5-ാം അധ്യായവും 6-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായവും 9-ാം അധ്യായവും 10-ാം അധ്യായവും 11-ാം അധ്യായവും. 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞായി പുതിയ സൃഷ്ടിയായി. ഇത് തന്നെയാണ് നിക്കോദേമോസ് വന്ന് ചോദിക്കുന്നത്. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇതുപോലെ അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം. നിയമപണ്ഡിതനായ നിക്കോദേമോസ് അതെങ്ങനെയാണ് വയസ്സായ ഒരാൾ വീണ്ടും ജനിക്കുക? അപ്പോഴാണ് പുള്ളി വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത്. വാസ്തവത്തിൽ വെള്ളം വീഞ്ഞായ കാര്യം തന്നെയാണ്. നിക്കോദേമോസിന് മനസ്സിലായി. നമ്മളുടെ ഒരു എപ്പിസോഡ് അതിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് സമരിയക്കാരിയുടെ അടുത്ത് വന്നപ്പോ നിക്കോദേമോസിനോട് പറഞ്ഞ കാര്യം തന്നെയാണ് സമരിയക്കാരിയോട് പറയുന്നത്. നീ കുടിക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഇനി ഒരിക്കലും. അവൾ അത് സമ്മതിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ ഇതിനെല്ലാം സമ്മതിച്ചു. അവൾ വീണ്ടും ജനിച്ചു, ഒരു പുതിയ സൃഷ്ടിയായി. 5-ാം അധ്യായത്തിൽ ഒരുവൻ 38 വർഷമായിട്ട് വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ലാന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അവന്റെ അടുത്തേക്ക് വെള്ളം നടന്നു ചെല്ലുകയാണ്. അവന്റെ അടുത്തേക്ക് ജീവജലമാകുന്ന യേശു നടന്നു ചെന്നിട്ട് അവനെ ഇതാ പുതുജീവൻ കൊടുക്കും. 6-ാം അധ്യായത്തിൽ ഇതിന്റെ എല്ലാം രഹസ്യം, ഞാൻ ലോകത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. 7-ാം അധ്യായത്തിൽ ജീവജലം. 8-ാം അധ്യായത്തിൽ ഇതെല്ലാം വീണ്ടും പുനർകാണിക്കുകയാണ്. ഒരു പാപിനിയായ സ്ത്രീ, കഠിനപാപിയായ സ്ത്രീയെ ഇവർ കല്ലെറിയാൻ വരുന്നു. 2 കൂട്ടർ, 2 പേരും പാപികളാണ്. എന്നാൽ ഈ 2 പേരെയും പുതിയ സൃഷ്ടിയാക്കി കിട്ടും. 2 പേരും പുതിയ സൃഷ്ടിയായി മാറി. ഫരിസേയരും പാപി. 9-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഒരു അന്ധൻ കാഴ്ച നൽകുന്നതിലൂടെ. 10-ാം അധ്യായത്തിൽ നല്ല ഇടയന്റെ ജീവൻ. 11-ാം അധ്യായത്തിൽ ഇതിന്റെ എല്ലാം ഹൈ പോയിന്റ്, മരിച്ച് കവരണത്തിൽ കിടക്കുന്നവരെ പുതിയ ജീവൻ കൊടുക്കുന്നു. അപ്പോ ഈ യോഹന്നാന്റെ സുവിശേഷം മുഴുവനും ഈ സമയം പൂർത്തിയാക്കി പൊതുജീവിതമാണ്. ഒരു ഇടവക ധ്യാനത്തില് UK ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷുകാരുടെ ഒരു പാരീഷിൽ ഒരു ദിവസം മുഴുവനും ഞാൻ ഇതാ പറഞ്ഞത്. അയ്യോ, അവരെല്ലാം ആശ്ചര്യപരിതരായി കേട്ടിട്ടേ. സുവിശേഷത്തിന്റെ ഇത്രയും കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ഒരു മിന്നൽ പോലെ അകത്തിങ്ങനെ പ്രകാശിച്ചു തവറാണ്.
യെസ്, റോമ 2:7. റോമ 2:7 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് അടുത്ത് ഉച്ചത്തിൽ പറയാം. റോമ 2:7. റോമ 2:7 എന്താണത്? റോമ 2:7 ഒന്ന് വായിച്ചേ. എന്താ അവിടെ പറയുന്നേ? സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. അതിലെന്താ സംശയം? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കൂടുതലും മനസ്സിലാക്കാനായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുകൂടി വായിച്ച് അതിന് മുമ്പുള്ള വായത്തിനും വായിച്ച്. എന്നാൽ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. വായിച്ചോ, തുടർന്ന് വായിച്ചോ. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവരും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ ഇവിടെ ആദ്യം പറയുന്നത് അതിൽ 2-3 കാര്യമാണ് നമ്മളിപ്പോൾ. ഒന്ന് അക്ഷയത. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ദൈവികമായ അക്ഷയമായ അനുഗ്രഹം പ്രദാനം ചെയ്യും. അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിലൂടെ അത് നിത്യജീവന് വേണ്ടി കാരണമാണ്. നമുക്ക് എന്തോരം വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒരുത്തനെ കൂട്ടുപിടിച്ചാൽ ഇന്ന് നമുക്ക് ഒരു ബാറിൽ പോയി ഇത്തിരി കണ്ടുപിടിക്കാം. അത് അവനെ സംബന്ധിച്ച് ഒരു കൂട്ടുകാരത്തിലുള്ള വലിയ സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. ഞാൻ എത്ര നാൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വരേണ്ടതാണ്, ഞാൻ ആരെയും കൊണ്ടുവന്നിട്ട് പോവാം, നമുക്ക് ഒരുമിച്ച് നമുക്ക് വിളിക്കാം. അവരെ സംബന്ധിച്ച് അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് നിത്യജീവൻ കിട്ടും? അതിന് അക്ഷയതയുണ്ടോ? ഇല്ല. എന്നാൽ മറ്റൊരു നല്ല കാര്യം, അവനുമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ ജീവിതത്തിലുള്ള ചില പ്രയാസങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമുക്കിത് പാവപ്പെട്ട ഒരുവന് ഒരു കുടിലുണ്ടാക്കി കൊടുക്കാം. നമ്മുടെ നാട്ടിലെ തൊട്ട അയലോക്കത്ത് നമ്മളിവിടെ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ അയലോക്കത്ത് ഒരുവൻ ഒരു കൂരയിൽ താമസിക്കുന്നു. അത് വീണ് പോകാറായി നമ്മളിത് എല്ലാ ദിവസവും കാണുന്നു. നമ്മൾ വിചാരിക്കുകയാണ് അത് അവൻ്റെ കാര്യം. അതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ടിരുന്നിട്ട് മിണ്ടാതിരിക്കുന്ന നമ്മൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് അത് പണിത് കൊടുക്കുക എന്നുള്ളത് അതൊരു സൽക്കർമ്മമാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആണ് വാസ്തവത്തിൽ നമ്മളുടെ ധനവും നമ്മളുടെ കഴിവുകളും നിത്യതയിലേക്ക് പ്രവേശിച്ചോല്ലേ. അതാണ് സൽക്കർമ്മം. നമ്മളെല്ലാം സംഘടനാപരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാം. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഒരാളുടെ വീട് ഒരാൾ പണിത് കൊടുക്കുന്നു. എനിക്ക് ഞാൻ പുതിയ വീട് പണിത് തരാം. നമ്മൾ കണ്ടു 3-4-24 അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-34 അവരുടെയും ദരിദ്രം അനുഭവിക്കുന്ന ആരുമില്ല. നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എന്തോരം ആളുകളാണ്. എന്തുകൊണ്ട് അവരെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്നു? കാരണം കുറേ പേര് ധനവാന്മാരായിരിക്കുന്നതുകൊണ്ട്. ആ ധനവാന്മാരായിരിക്കുന്നതിലൂടെ അവർ വിചാരിക്കുന്ന ഈ സമ്പത്തെല്ലാം ഞങ്ങളുടേതാണെന്നാണ്. അല്ല, സമ്പത്ത് ദൈവം എല്ലാവർക്കുമായിട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് കമ്മ്യൂണിസം അല്ല, ഇത് ദൈവശാസ്ത്രമാണ്. പേരും നൊവേരും എന്ന
ചാക്രിയിലേക്ക്. എൻ്റെ അപ്പൻ പറയാറുള്ളതാണ്, അപ്പൻ പറയാറുണ്ട്, ഞാൻ വേറും നൊവേറും വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റായി പോയി. നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. പക്ഷേ ഈ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ചിന്താഗതി വന്നത് യേശുക്രിസ്തുവിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മാർഗം വേറെയാണെന്നുള്ളൂ. ഇറ്റ്സ് എ ഡിഫറെന്റ് മെത്തേഡ്. അപ്പോൾ സഭയ്ക്കുള്ള നമ്മുടെ സൽപ്രവൃത്തികൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അത് നികത്തി കൊടുക്കാൻ നമ്മൾക്കൊരു സാമൂഹിക ഡ്യൂട്ടി ഉണ്ടാവും. വി ആർ ഡ്യൂട്ടി ബൗണ്ട്. അപ്പോൾ അതെല്ലാം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൽപ്രവൃത്തികൾ, നമ്മുടെ സൽപ്രവൃത്തികൾ അക്ഷയപരമായ കാര്യങ്ങളായി. ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം, നിത്യതയുള്ള ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ അതൊരു സാമൂഹ്യ സേവന രംഗം. ഇനി മറ്റൊന്ന് ദൈവവചന ശുശ്രൂഷ. ഇപ്പോ എല്ലാവർക്കും ദൈവവചനത്തിന് ശുശ്രൂഷാപരമായി ഉള്ള വരമില്ലെങ്കിലും അവർക്ക് മറ്റു തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെ ദൈവവചനത്തെ പ്രചരിപ്പിക്കാനായിട്ട് സഹായിക്കാൻ പറ്റും. ദൈവവചന സുവിശേഷവൽക്കരണത്തിന് സഹായിക്കുമ്പോൾ അതെന്തായി? അത് അക്ഷയമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എന്തോരം ധ്യാന കേന്ദ്രങ്ങളുണ്ടായി. ഇത് വളരെ വലിയൊരു കാര്യമാണ്. അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ആരും പ്രത്യേകമായിട്ട് ഒരു പ്ലാനും ഡയറക്ഷനൊന്നും ഇല്ലാണ്ട് ഈ 115ഓളം ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിൽ വളർന്നു. അതിലൂടെ ഒഴുകുന്ന നിരവധി നന്മ പ്രവൃത്തികൾ, നിരവധി വചനം ഒഴുക്ക്, രോഗശാന്തി ശുശ്രൂഷ എല്ലാം ആത്മാവിൻ്റെ ഗുണത്തിന് വേണ്ടിയുള്ളത്. അത് അക്ഷയമാണ്. ഇതൊക്കെ ആണ് ചിന്തിക്കാൻ. ഇനി യോഹന്നാൻ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 9 അല്ലേ? അധ്യായം 16 9-ാം വാക്യം. അത് നമ്മളിവിടെ പറഞ്ഞൊരു കാര്യമാണ്. പറയാം. അവിടെ പറയുന്നതാണ്, സഹായകൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനസ്സിലാവും. എന്നിട്ട് വീണ്ടും എടുത്തു പറയട്ടെ, എന്താണ് പാപം? യഥാർത്ഥ പാപം അവനിൽ വിശ്വസിക്കായികയാണ്. ഇനി വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവന്റെ പൂർണ്ണതയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാണ് യഥാർത്ഥ പാപം. നമ്മൾ പാപത്തിന്റെ ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞ മാതിരി ഇന്നത് ചെയ്യരുത് 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 എന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. ഇത് ചെയ്യരുത്. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു വന്നിരിക്കുന്നത് എന്തിനാ? അവന്റെ ഈ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നിറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശു അവനിൽ പ്രകാശിക്കുന്നു. അവനെ യേശു വിശുദ്ധീകരിക്കും. യേശു അവന്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കും. പിന്നെ നീതിയെക്കുറിച്ച് അല്ലെ, പിന്നെ ന്യായവിധിയെക്കുറിച്ച്. നീതിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയൊക്കെ കേട്ടത്. മനസ്സിലായോ? അപ്പോൾ വാസ്തവത്തിൽ പാപം എന്നത് വിശ്വാസത്തിന്റെ കുറവാണ്. നമ്മൾ വിശ്വസിക്കാതിരിക്കുകയാണ് പാപം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വന്നിട്ടും അത് സ്വന്തമാക്കാതിരിക്കുന്നതാണ് പാപം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പ്രപഞ്ചത്തിൽ വന്നു 2000 വർഷമായി. പക്ഷെ എന്നിട്ട് ഇപ്പോഴും അത് പൂർണ്ണമായും പരക്കുന്നുണ്ടോ? അതിന് നമ്മൾ പരത്താൻ വേണ്ടി, പ്രചരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല വേണ്ട
അതാണ് പാപം. ഈശോ പറഞ്ഞു, ഒരു കൽപ്പനയാണ് പറഞ്ഞത്. ഈശോ, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കുന്നു. ഈ കൽപ്പന പ്രവർത്തിക്കാതിരിക്കുന്നതാണ് പാപം. ഒരുവനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു, നീ പോയി ദൈവരാജ്യം പ്രഘോഷിക്കും. അവൻ പറഞ്ഞു, ഇതെനിക്ക് അപ്പൻ്റെ ശവമടക്കാൻ. അപ്പോഴും പറഞ്ഞു, ശവമടക്കുന്നതിനേക്കാൾ അർജന്റാണ്. ഒരുവന്റെ അപ്പനെ ശവമടക്കുന്നതാണ് വാസ്തവത്തിൽ അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് കർത്താവിന് അറിയാം. പക്ഷെ അപ്പൊ പറയുകയാണ്, മരിച്ചവരെ അടക്കട്ടെ, നീ പോയി സുവിശേഷ വേല ചെയ്യുക. അതായത് അപ്പനെ ശവമടക്കുക എന്ന ഏറ്റവും ഉത്തരവാദിത്വപരവും ഏറ്റവും അത്യാവശ്യവുമായ, അതിനേക്കാൾ അർജന്റും ആവശ്യവുമാണ് സുവിശേഷ വേല എന്നർത്ഥം. അപ്പൊ അത് ചെയ്യാതിരിക്കുന്നതാണ് വാസ്തവത്തിൽ തിന്മ. എഫേസ്യസ് 6:15 സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അത് ഞാൻ പറഞ്ഞില്ല. സമാധാനത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ, സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറായിട്ടിരിക്കും. ഇപ്പൊ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ആരെങ്കിലും, സഡൻലി പറയാണ്, നാളെ വന്നൊരു ക്ലാസ് എടുക്കാം ഇന്ന സ്ഥലത്ത്. ഇപ്പൊ ഡിവൈനിലെ അച്ഛൻ വിളിച്ച് പറയാം, നമുക്കിപ്പോൾ അർജന്റായിട്ട് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കാമോ? നമ്മൾ യെസ്, ഞാനിപ്പോൾ തന്നെ പറയാം. ഞാൻ ബാക്കി സകല ജോലിയും വിട്ടിട്ട് ഉടനെ ഓട്ടുകയാണ്. മറിച്ച് വേറൊരു കാര്യം, അത് അച്ഛൻ നേരത്തെ പറയേണ്ടതായിരുന്നല്ലോ, എനിക്ക് വേറെ ഒരു അപ്പോയിൻമെൻ്റ് ഇട്ട് വേറൊരു കാര്യമുണ്ട്, എനിക്ക് അതുണ്ട് ഇതിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്. ഫയർ ബ്രിഗേഡിയർസ് ഫയർ എഞ്ചിൻ്റെ ആ ഓഫീസിലാണ്. ഫയർ എന്താണ് പറയാം, ഫയർ സർവീസിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ ഫയർ എഞ്ചിൻ എല്ലാം ഗ്രൗണ്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും അകത്ത്. അതിൻ്റെ മുകളിൽ ഒരു ചൂട്ട് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഡ്രൈവറും ഫയർ ഫൈറ്റേഴ്സ് ഇരിക്കുന്നത്. അവരെങ്ങനെ ഇരിക്കണം? അവർ ഷൂ ഇട്ട്, ഷൂ കെട്ടി റെഡി ആയിട്ടിരിക്കണം. ഇപ്പൊ വിസിൽ വരികയാണെങ്കിൽ അവർ ഉടനെ ഷൂട്ടിലേക്ക് ചാടും. ചാടിയാൽ അത് നേരെ വന്ന് സീറ്റിൽ വന്നിരിക്കും. ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ ഓടും. മനസ്സിലാവുണ്ടോ? അതാണ് ഒരു ഉദാഹരണം. സമാധാനത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഏനി ടൈം നിങ്ങളോട് ആര് എപ്പോ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഒരു മടി കൂടാതെ ഏത് സാഹചര്യത്തിലും പറയാനായി തയ്യാറാകുക എന്നാണ്. അത് നമ്മളെ സംബന്ധിച്ച് ആത്മാവിൻ്റെ ഒരു ശക്തിയാണ്, ഒരു പ്രൊട്ടക്ഷനുമാണ്, ദൈവത്തിൻ്റെ വലിയ ഒരു സന്തോഷമാണ്. അത് പറയുന്നത് മറ്റൊരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇത് പറയുന്നത് ഈ വാർഫെയർ, അതായത് ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ജൂത ഷൂ ഇട്ടിരിക്കണമെന്ന് പറയുന്നത്. അത് മുമ്പ് അറപ്പട്ടകളുടെയും ഡ്രസ്സിന്റെയും ഹെൽമറ്റിന്റെയും വാളും പരിചയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വാർഫെയർ പിശാചിനെയും അവന്റെ രാജ്യത്തെയും തകർക്കുന്നതിന് ആവശ്യമായ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നീതിയുടെ പടച്ചട്ട അണിയുക, രക്ഷയുടെ തൊപ്പി അണിയുക, സത്യത്തിൻ്റെ അരപ്പട്ട അണിയുക, വചനമാകുന്ന വാളെടുക്കുക, വിശ്വാസമാകുന്ന പരിധി എടുക്കുക, സുവിശേഷമാകുന്ന പാദരക്ഷ. അതെ, അതാണ് Ephesians 6:15. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണെന്ന് മാത്രമല്ല, നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ശിഷ്യനാവുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ പേര് മാമോദിസ കണക്കിലുണ്ട് പള്ളി. പക്ഷെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകും ഓരോരുത്തരും.
അവരവർക്കും പറ്റിയ രീതിയിൽ ഓരോരുത്തർക്കും വിളിച്ച രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കണം. അതെങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കിട്ടും. പരിശുദ്ധാത്മാവെ എന്നെ ഉപയോഗിക്കണം, ഞാൻ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്, എവിടെയാണ്, എന്ത് രീതിയിലാണെന്നുള്ളതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ 1000 ടൈപ്സ്, ആയിരക്കണക്കിന് രീതികളുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്. ഉൽപ്പത്തി 14 സാലേം രാജാവ് മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. മെൽക്കിസദേക്കിന്റെ അതിനെ കുറിച്ച് വിശദീകരണം കിട്ടും. സാലേം രാജാവായ മെൽക്കിസദേക്ക് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു വിശദീകരണം കിട്ടിയാൽ കൊള്ളായിരുന്നു. അതെ, വായിക്കാം. അവിടെ അപ്പോൾ മെൽക്കിസദേക്ക് രാജാവ് മാത്രമല്ല, നിത്യനായ പുരോഹിതനാണ്. നമുക്ക് കാണാം, അബ്രാഹാം യുദ്ധം ജയിച്ചു കഴിഞ്ഞ് വന്നിട്ട് മെൽക്കിസദേക്ക് ബലിയർപ്പിച്ചപ്പോൾ അന്ന് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ് ഈ അപ്പവും വീഞ്ഞും എടുത്ത് അർപ്പിച്ചു. അപ്പവും വീഞ്ഞും മാത്രമല്ല, അപ്പോൾ അബ്രാഹാം തൻ്റെ സ്വത്തിൻ്റെ ദശാംശം കൊടുത്തു കണ്ടു. ദശാംശം. അപ്പോൾ അബ്രാഹത്തിനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ മെൽക്കിസദേക്കിനെ നമ്മൾ കാണേണ്ടത് ഈ നിത്യനായ ഒരു പുരോഹിതനായിട്ടാണ്. അദ്ദേഹം എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയില്ല. അതാണ് അതിൻ്റെ ഒരു മിസ്റ്റീരിയം. അപ്പൊ ആ മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ് പൗരോഹിത്യം നമ്മുടെ ശുശ്രൂഷ തന്നെ ആരംഭിക്കുന്നത്. യേശുവിൻ്റെ പൗരോഹിത്യവും മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ കാണുന്നു. അപ്പൊ രാജകീയതയും പൗരോഹിത്യവും ഒന്നിച്ച് അവിടെ വരികയാണ്. സാലേം രാജാവായ മെൽക്കിസദേക്ക് അവർ രാജകീയതയും പൗരോഹിത്യവും ദൈവികമായ ഒരു അനുഗ്രഹത്തിന്റെ ഉറവയായി അവർ മാറി. യുദ്ധം ജയിച്ചുവെങ്കിലും ആ യുദ്ധം ജയിച്ചത് ദൈവം തന്നെയാണ് ജയിപ്പിക്കുന്നത്. ദൈവമാണ് അവരുടെ യുദ്ധത്തിൽ ജയിച്ചത്. ആ കൊള്ളമുതലിന്റെ ദശാംശം കൊടുത്തുകൊണ്ട് അവർ ദൈവത്തെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതിനെ തുടർന്നാണ് ഈ ബലിയർപ്പണത്തിൽ അപ്പവും വീഞ്ഞും കൊണ്ട് അർപ്പിക്കുക. അതാണ് ഇന്ന് നമ്മൾ ചെയ്തു പോകുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വളരെ പുരാതനമായ, അതായത് ബലിയർപ്പണത്തിൻ്റെ ഏറ്റവും പഴയ ഒരു മാതൃകയും ഇന്ന് അർപ്പിക്കുന്ന ബലിയുടെ മുൻ ആരംഭം തന്നെയാണ്. ഇന്ന് നമ്മൾ ബലിയർപ്പിക്കുന്നതിൻ്റെ വാസ്തവത്തിൽ ആരംഭമാണ് മെൽക്കിസദേക്കിന്റെ ആ ബലിയിലൂടെ നമ്മൾ കാണുന്നത്. പിന്നെ കർത്താവ് ശിഷ്യന്മാരെ കൂടിയിട്ട് ഇത്ര വചനം പറയും. വചനത്തിന് മർക്കോസ് 11:20 വിശ്വാസത്തിന്റെ ശക്തി, അതായത് ആ അത്യവൃക്ഷത്തിന്റെ കാര്യം. അത് പറഞ്ഞത് കേട്ടില്ലായിരുന്നു ഞാൻ. അതാണ് ശാപം എന്ന്. കർത്താവ് എന്താ ശമിച്ച്, ആരെ ശമിച്ചു? അത്യവൃക്ഷത്തിനെ ശമിച്ചു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ ശമിച്ചത്? അത്യവൃക്ഷത്തെ ഉണങ്ങിപ്പോകുന്നു പറഞ്ഞില്ലേ? വായിച്ചെന്താ വന്നിരിക്കാൻ? അപ്പോൾ പത്രോസ് അവനോട് അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ സത്യമായി പോയിരുന്നു.
അതാ പറഞ്ഞത്. ഈ തൊണ്ടി ഞാൻ പറയാം. ഇപ്പൊ മത്തായി, ഇയാളുടെ പേരെന്താ? സോജന് ബ്ലേഡ് കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ അർത്ഥമാക്കുക? മനസ്സിലാണല്ലോ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ചില പദങ്ങളുടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ കൃത്യമായ പദം ട്രാൻസ്ലേഷനിൽ, ഇതാണ് ട്രാൻസ്ലേഷനിൽ ഉണ്ടാകാവുന്ന ഒരു വ്യത്യാസം. ഇപ്പൊ നായ്ക്കൾക്ക് കൊടുക്കില്ല. ആ എന്തിയ നായ എന്ന് വിളിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ ഈശ്വരൻ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അതിന് വേറെ അർത്ഥമാണ് അന്നത്തെ സാഹചര്യത്തിൽ. നമ്മൾ ഉദ്ദേശിക്കണ നമ്മുടെ കൾച്ചറിൽ നായെന്ന് വിളിച്ചാൽ മഹാമോശമായിരിക്കും. എന്നാൽ ചൈനയിൽ ചെന്ന് നായെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വായെന്ന് വെള്ളം വരും. എന്താ? അവരെ സംബന്ധിച്ച് നായർച്ചയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചി. മനസ്സിലായി? അവിടെ നായെന്ന് വിളിച്ചാൽ ഭയങ്കര ബഹുമാനമാണ്. എന്ന പോലെ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കൾച്ചറിൽ ഇന്ന് അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുന്ന ആ വാക്കാണ്. അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥത്തെ പിടിക്കാണ്ട് ആ ഹോൾ സംഭവത്തെ എടുക്കുക. അതിലൂടെ യേശു എന്താണ് സാധിച്ചത്? എന്താ സാധിച്ചത്? അതിലൂടെ എന്ത് യേശു പഠിപ്പിച്ചു? വിശ്വാസം. അപ്പൊ നമ്മൾ അതിനെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ആ വാക്കിനെ ചൊല്ലി നമ്മൾ തർക്കിക്കുകയും ഇത് ചെയ്യാറുണ്ട്. ആ വാക്ക് ഒരുപക്ഷെ ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിലോ ഉള്ള പദത്തിന് വേറെ പദം മലയാളത്തിൽ കിട്ടാത്തതുകൊണ്ട് അതായിരിക്കും. അത്തിവൃക്ഷമേ ഉണങ്ങിപ്പോവുക, നിന്നിൽ നിന്ന് ആരും കഴിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. പക്ഷേ അതെന്തിനു വേണ്ടി? ഇവിടെ അത്തിവൃക്ഷത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ യേശു മനുഷ്യനായി അവതരിച്ചത്? ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്? മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏത് തരത്തിലുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാകണം? ഒരു സൂപ്പർ നാച്ചുറൽ വിശ്വാസം ഉണ്ടാകണം. ഈസ് ഇറ്റ് നാച്ചുറൽ? അത്തിവൃക്ഷം ഉണങ്ങിപ്പോവുക എന്നുള്ളത് അന്ന സമയത്ത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. അത്തിവൃക്ഷത്തിന് ഉണങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഈ അത്തിവൃക്ഷത്തിനോട് ചെയ്തത് മാത്രമല്ല ഇതിനേക്കാൾ വലിയവയും നിങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ അതിനെ പിടിക്കുക. യേശു എന്താ ആഗ്രഹിക്കുന്നത്? അവിടെ യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുകയാണ്. ഈശോ പറഞ്ഞു, അത്തിവൃക്ഷമേ നീ ഉണങ്ങിപ്പോവുക. എന്ന പോലെ തന്നെയാണ് ലാസറേ നീ മരിക്കുക. എന്താ? നീ മരിച്ചാലും എനിക്ക് നിന്നെ ഉയർപ്പിക്കാൻ പറ്റും. എന്ന പോലെ അത്തിവൃക്ഷത്തിനെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണക്കിയ അത്തിവൃക്ഷത്തിനോട് തളർക്കാൻ പറഞ്ഞാൽ അത്തിവൃക്ഷം തളർക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അതുപോലെ 10 അത്തിവൃക്ഷം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അപ്പോൾ 10 അത്തിവൃക്ഷം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് പിശാച് പറഞ്ഞു, എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടോ, വിടാമോ? എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേക്കാമോ? ആ എന്നാ ശരി, നീ പന്നിക്കൂട്ടത്തിലേക്ക് പോകും. 2000 പന്നികളാണ് ചത്തു. അയ്യോ, ഇപ്പോ നമ്മൾ പന്നി വളർത്തുന്ന ആളാണെങ്കിൽ എന്ത് കർത്താവ് 2000 പന്നികളെ എന്തിനാ കൊന്നത്? പക്ഷേ അവിടെ വേറൊരാളാണെങ്കിൽ പറയും, ആ 2000 പന്നികളേക്കാൾ എത്ര വിലപ്പെട്ടതാണ് 2 ആത്മാക്കൾ. എന്താ 2 ആത്മാക്കളോ 2000 പന്നിയോ? 2000 പന്നികൾ, 2000 പന്നിയോ 2 ആത്മാക്കളോ? എങ്ങനെയായാലും പന്നിനെ പുറത്തു കഴിഞ്ഞാൽ തിന്ന് അത് ടോയ്ലറ്റിൽ പോകേണ്ട കാര്യം ഇല്ലേ? ഈ 2000 പന്നി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ ഭക്ഷണം. ഇതും ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ്. ഇത് 2000 പന്നി നശിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറയുണ്ടായി. അപ്പോൾ നിക്കോദേമോസ് പറയാണ്, 2000 പന്നിയേക്കാൾ എത്രയോ വലുതാണ് ഈ 2 ആത്മാക്കൾ. അപ്പോ കർത്താവിനെ സംബന്ധിച്ച് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി 2000 അല്ല 10,000 പന്നിയെ വേണമെങ്കിൽ നശിപ്പിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് നീ രക്ഷിക്കാനുള്ളതാണ്.
എനിക്ക് ഈ അത്തിവൃക്ഷമല്ല പ്രശ്നം, നിന്റെ രക്ഷ, നിന്റെ വിശ്വാസമാണ്. ഈ സൃഷ്ടിയെ മുഴുവനും സൃഷ്ടിച്ച് എനിക്ക് 10,000 അത്തിവൃക്ഷത്തിനെ വേറെ എവിടെ സൃഷ്ടിക്കാം, വേറെ 10,000 പന്നീനെ ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ച് മനുഷ്യന്റെ രക്ഷയും അവന് ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസവുമാണ് പ്രധാന വിഷയം. എന്ത് പറഞ്ഞു? ക്ലിയർ? ഓക്കെ. യെസ്. Old Testament part of the circumcision. Yes. Yeah. അപ്പോൾ സർക്കംസിഷൻ, പരിച്ഛേദനം എന്നത് അബ്രാഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 4-ാം അധ്യായത്തിൽ തന്നെ. അബ്രാഹത്തിന് വിശ്വാസം നൽകിയപ്പോൾ അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്തത് അപരിച്ഛേദനായിരുന്നപ്പോഴാണ്. He was not circumcised. അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവത്തിന്റെ നീതിയിലുള്ള വിശ്വാസമായി പരിഗണിച്ചപ്പോൾ അബ്രാഹത്തെ ദൈവം നീതീകരിച്ചു. ആ നീതീകരണത്തിന്റെ മുദ്രയായിട്ടാണ് പരിച്ഛേദനം കൊടുത്തത്. അതാണ് അബ്രാഹം മുതൽ ആളുകൾ ആചരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് യഹൂദർ പറയുന്നത് ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ്. അപ്പൊ അവർ പരിച്ഛേദനം നടത്തിയിരിക്കുന്നത് കൊണ്ട് അവർ അബ്രാഹത്തിന്റെ മക്കളാണ്. പക്ഷെ കാലക്രമേണ അവർ ആ പരിച്ഛേദനം അബ്രാഹത്തിന് നൽകാൻ കാരണമായ ദൈവത്തിന്റെ നീതീകരണത്തെ മറന്നു. ഇതാണ് ഭയങ്കര രസം. നിങ്ങൾ മോശയുടെ നിയമമാണ് പിടിച്ചിരിക്കുന്നത്, ആ മോശയുടെ നിയമത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്താ എന്ന് ഈശോ പറയും. അപ്പോൾ ഈ പരിച്ഛേദനം പൗലോസ് പറയുന്നുണ്ട്, അവരുടെ പരിച്ഛേദനം ശരീരത്തിലുള്ള പരിച്ഛേദനമാണെങ്കിൽ മാമോദീസായിലൂടെ നമ്മുടെ ആത്മാവിലുള്ള പരിച്ഛേദനമാണ് നടക്കുന്നത്. ആ വചനം എവിടെയാണ്? ജയന്ത നോക്കി പൗലോസ് പറയുന്നുണ്ട് പരിച്ഛേദനെ കുറിച്ച്. അവർ അപ്പോ യഹൂദർ പരിച്ഛേദനം ചെയ്തിരുന്നത് ശരീരത്തിലുള്ള പരിച്ഛേദനമാണ്. എന്നാൽ മാമോദീസ് അപ്പൊ ആ ശരീരത്തിലുള്ള പരിച്ഛേദനത്തിലൂടെ അവർ ദൈവത്തിന്റെ ഉടമ്പടിയിൽ അംഗമായിരിക്കുന്നു എന്ന മാതിരിയാണ്. പക്ഷേ ആത്മാവിലുള്ള പരിച്ഛേദനമാണ് യേശുക്രിസ്തുവിലൂടെ കൊണ്ടുവരുന്നത്. അതായത് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ മാമോദീസായിലൂടെ നമ്മൾ ആത്മീയമായി പരിച്ഛേദിതരായിരിക്കുന്നു. അതാണ് ആത്മീയമായ പരിച്ഛേദനത്തിലൂടെ മാത്രമേ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ശാരീരികമായ പരിച്ഛേദനത്തിലൂടെ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നില്ല. അബ്രാഹത്തിന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. എങ്ങനെയാണ് അത് പരിഗണിക്കപ്പെട്ടത്? അവൻ പരിച്ഛേദിതനായിരുന്നപ്പോഴോ അപരിച്ഛേദിതനായിരുന്നപ്പോഴോ? പരിച്ഛേദിതനായിരുന്നപ്പോഴല്ല, അപരിച്ഛേദിതനായിരുന്നപ്പോൾ. അപരിച്ഛേദിതനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു. ഇത് പരിച്ഛേദനം കൂടാതെ വിശ്വാസികളായിത്തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനുമായിരുന്നു. മാത്രമല്ല, അതുവഴി അവൻ പരിച്ഛേദിതരുടെ പരിച്ഛേദനമേൽക്കുക മാത്രമല്ല, നമ്മുടെ പിതാവായ അബ്രാഹത്തിന് പരിച്ഛേദനത്തിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ പിതാവായി. ഇത് റോമർ 4 മറ്റേ വേറൊരു വചനമുണ്ട്. ആത്മാവിലുള്ള പരിച്ഛേദനം. ആത്മാവിലുള്ള പരിച്ഛേദനം യഹൂദർ സ്വീകരിക്കുന്ന പരിച്ഛേദനം ശരീരത്തിലുള്ള പരിച്ഛേദനമാണ്. അവരുടെ അവയവത്തെ ഒഴിച്ചുകൊണ്ട് ഉള്ള രക്തം ചിന്തിയിട്ടുള്ള പരിച്ഛേദനം. പക്ഷേ ആത്മാവിലുള്ള പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം.
റോമർ 2:21 ഒന്ന് വായിച്ച്. റോമർ 2:21 29. റോമർ 2:21 വായിച്ച്. ആന്തരികമായി യഹൂദനായിരിക്കുന്നവരാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഇത് കൂടാണ്ട് വേറെ ഒരു സ്ഥലത്ത്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അടുത്ത് പറയാം. ഇനി എന്താ? യെസ്, ഒരു മിനിറ്റ്. യെസ്, എൻ്റെ അടുത്ത് പറയാം. കുർബാനയിലെ ലേഖനത്തിൽ Come here. 1 Corinthians 5:5. 1 Corinthians 5:5 വായിച്ചോ. യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വായനയല്ല. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ പിന്നെ അടുത്തുകൂടി വായിച്ച്. ഓക്കെ, അപ്പൊ ഇത് വലിയ സംശയമല്ലേ പിശാചിനെ. അപ്പൊ ഇതാണ് നമ്മൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി. പിശാചിനെ ദൈവം ഉപയോഗിക്കാം. പക്ഷെ അതിൽ അവസാനം പറയുന്നത് എന്താ? യേശുക്രിസ്തുവിലൂടെ അവൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചേ, ചെയ്യുന്നതുകൊണ്ട് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. അത് പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ മുൻപ് കേട്ടല്ലോ, അവന്റെ ഒരു വലിയ തിന്മയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്താണ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഒന്ന് പറയാം, പിശാചിനെ ദൈവം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. പിശാചിനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ദൈവം എല്ലാം നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. ദൈവം എല്ലാം നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവർ. ആ മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് കൂടുതൽ വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെയും ഈ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നത് ഒരു പദമായിരിക്കും. അതിന്റെ ഫുട് നോട്ടിൽ എന്താ പല ഇതില്ലോ. ഫുട് നോട്ടിൽ യൂദാസിനെ ദൈവനീതി ലഭിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കിപ്പോ എല്ലാം ഈ ഈശ്വരന് പറഞ്ഞു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നത്. അതെവിടെ നിന്ന് വരുന്നോ എവിടെ നിന്ന് പോകുന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ വിസ്മരണീയമാണ്. ഇപ്പൊ ഒരുവൻ നമ്മളുടെ കൺമുമ്പിൽ ഏറ്റവും മോശമായ രീതിയിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം. ഒരു കാരണവശാലും അവൻ സ്വർഗത്തിൽ പോകുന്നു നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അവന്റെ മരണത്തോട് മല്ലടിക്കുന്ന ആ നിമിഷത്തിൽ അവൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയോ.
നമുക്കറിയാം. ഇപ്പൊ ജൂദാസ് തൂങ്ങിച്ചെത്തുന്ന പോലെ നമുക്കറിയാം. ആ തൂങ്ങി മരിക്കണ നേരത്ത് അവൻ കർത്താവിനെ വിളിച്ച് ക്ഷമ ചോദിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് നമുക്കറിയില്ല. അല്ലേ? അപ്പോ രണ്ട് തരത്തിലാണ്, അതായത് എൻ്റെ ഉൾക്കാഴ്ചയിലൂടെ പല സ്ഥലത്തും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പസ്തോലനായിരുന്നു. ഇല്ലേ? അവൻ ഈ കാര്യനിർവഹണത്തിന് നിയോഗിക്കപ്പെട്ട ഒരുവനാണ്. പക്ഷെ അതേ സമയത്ത് പറയുന്നുണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. സെയിന്റ് അഗസ്റ്റിന്റെ ഒരു പ്രബോധനത്തിൽ വായിച്ചതനുസരിച്ച് അവനും നീതി കിട്ടിക്കാണും എന്നുള്ളതാണ്. കാരണം അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, അവനും നിയോഗിക്കപ്പെട്ട ഒരു കാര്യമാണ് അവൻ ചെയ്തതെന്നുള്ളതായിരുന്നു. പക്ഷേ അവനും പശ്ചാത്തപിച്ചു എന്ന് പറയുന്നത്. അവൻ പശ്ചാത്തപിച്ചിട്ട് ആ പൈസയെല്ലാം കൊണ്ടുപോയി അവർക്ക് തിരിച്ചു കൊടുത്ത്, പക്ഷെ അവൻ പശ്ചാത്തപിച്ചിട്ട് യേശുവിന്റെ അടുത്തേക്ക് വന്നില്ല. മറിച്ച് അവന്റെ ഹൃദയം കൂടുതൽ നിരാശയിലേക്ക് പോയി അവൻ തൂങ്ങി മരിച്ചു. ഇവിടെ പലപ്പോഴും ഈ സമയത്ത് അവൻ എന്തായിരുന്നിരിക്കാൻ ചിന്തിച്ചിരിക്കാം. അവൻ എന്തായിരുന്നിരിക്കാം? അവൻ പശ്ചാത്തപിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ കർത്താവിനെ വിളിച്ച് കാര്യം ക്ഷമ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ടോ ഇല്ലയോ? അവൻ യേശുവിനെ മറക്കാൻ പറ്റുമോ? യേശുവിന്റെ വചനം അവന് മറക്കാൻ പറ്റും? അപ്പൊ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രക്ഷാകര പദ്ധതിക്ക് വേണ്ട ഒരു വലിയ ഈ അത്തിമരം മുടക്കിപ്പോയി എന്ന് പറഞ്ഞ മുടക്കിക്കളഞ്ഞെന്ന് പറഞ്ഞ മാതിരി അവന്റെ ആ ഇടപെടലിലൂടെയാണ് രക്ഷാകര പദ്ധതിക്ക് നിർണായകമായ ഒരു സംഭവം നടന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നു അവനില്ലായിരുന്നുവെങ്കിലും ഈ രക്ഷാകര പദ്ധതി നടക്കുമായിരുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ നീതിയുടെ ആ അനന്തത വെച്ച് നോക്കുമ്പോൾ അവനും അവൻ ആ നീതിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, നീതി കിട്ടിക്കാണുമായിരിക്കും. ഇപ്പൊ പോപ്പ് പറയുന്ന പോലെ എല്ലാവരും പറയുന്നുണ്ട് ഈ എന്താ ഹോമോസെക്ഷൽസ് ഒന്നും സ്വർഗത്തിൽ പോകില്ല. നമുക്കതൊക്കെ പറയാൻ പറ്റും. ദൈവം അവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ അവർക്ക് കരുണ കാണിക്കില്ലേ? അപ്പൊ നമുക്ക് അതിൻ്റെ ആ എക്സ്ട്രീം കാര്യം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശും. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നമുക്കറിഞ്ഞൂടാ, പക്ഷെ ദൈവത്തിനറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആര് നരകത്തിൽ പോകുന്നു നമുക്കെങ്ങനെ അറിയാൻ പറ്റും. പക്ഷെ നരകമുണ്ടെന്നും ദൈവത്തിന്റെ കൃപയെ നിഷേധിച്ച് മാരകഭാവത്തിൽ ജീവിക്കുന്നവർ നരകത്തിൽ പോകുമ്പോൾ നമ്മൾ വിശ്വസിക്കും. പക്ഷേ ആരാ പർട്ടിക്കുലറായിട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പോയിന്റ്. നോബഡി, നമുക്ക് ആർക്കും അത് പറയാൻ പറ്റില്ല എവിടേക്ക് പോയി എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവൻ അർഹനാകാൻ പാടില്ലായി ഒന്നുമില്ല. ഈ CCCയിൽ പല നമ്പേഴ്സ് ഉണ്ടല്ലോ. CCCയിൽ പല നമ്പേഴ്സ് ഉണ്ടല്ലോ. ആ പാരഗ്രാഫിന്റെ ആദ്യമുള്ള ഇതെല്ലാം ഈ പാരഗ്രാഫ് തുടങ്ങുമ്പോഴുള്ള നമ്പറാണ് അതിന്റെ നമ്പർ. അതിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അതിന്റെ ക്രോസ് റെഫറൻസ് ആണ്. ഇത് ആ നമ്പറിലുള്ള മറ്റ് ആർട്ടിക്കിളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മനസ്സിലായി? ഇപ്പൊ നമ്മൾ വചനത്തിന്റെ പഴയ നിയമ കണക്ഷൻ ആഴവചനം പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾ മറ്റേ ഇതുമായിട്ട് എണവചനമാണ്.